പരിശീലന ക്യാമ്പിൽ കൂട്ടത്തല്ല്. KSU തെക്കൻ മേഖല ക്യാമ്പിലാണ് തമ്മിലടിയുണ്ടായത്. KPCC നേതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ സംഘർഷത്തിന് വഴിവെച്ചത് എന്നതാണ് റിപ്പോർട്ട്. സംഭവത്തിൽ KPCC അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. പഴകുളം മധു, MM നസീർ, AK ശശി എന്നിവരാണ് ഈ കമ്മീഷൻ അംഗങ്ങൾ. അതേസമയം കൈരളി ന്യൂസ് വാർത്തയെ തുടർന്ന് ക്യാമ്പ് നിർത്തിവെക്കാൻ KPCC നിർദ്ദേശം നൽകി. നൃപൻ ചക്രവർത്തി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നൃപൻ, ഈ വാർത്തയും ഒപ്പം തന്നെ ദൃശ്യങ്ങളും പുറത്തു വന്നതിനെ തുടർന്ന് ഇപ്പോൾ ഏറ്റവും കൃത്യമായ നടപടി സ്വീകരിക്കേണ്ട ഒരു സമ്മർദ്ദത്തിലേക്ക് KPCC അല്ലെങ്കിൽ മുതിർന്ന കോൺഗ്രസ് നേതൃത്വം എത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ VD സതീശൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കുന്ന വിവരങ്ങൾ അനുസരിച്ചും ഈ നിലയ്ക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അന്വേഷണം നടത്താനുള്ള നിർദ്ദേശം പോയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ. എങ്ങനെയാണ് കാവ്യ? അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. ഒന്ന്, ഇത് KPCC നേതൃത്വം തള്ളിക്കളയുന്നില്ല. ഈ കാര്യത്തിൽ സംഭവം നടന്നിട്ടുണ്ട്, അന്വേഷണ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട്. കാവ്യ സൂചിപ്പിച്ചതുപോലെ KPCC സെക്രട്ടറിമാരായിട്ടുള്ള പഴകുളം മധുവിനെയും MM നസീറിനെയും ഒപ്പം തന്നെ ദളിത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള AK ശശിയുമാണ് ഇതിൻ്റെ അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത്. MK നസീറും AK ശശിയും ഇപ്പോൾ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അല്പനിമിഷങ്ങൾക്കകം രണ്ട് നേതാക്കൾ എത്തിച്ചേരും. ക്യാമ്പിൽ നിന്ന് പ്രവർത്തകർ ഇതുവരെ പിരിഞ്ഞു പോയിട്ടില്ല. അവരിൽ നിന്ന് ആദ്യമായിട്ടുള്ള ഈ പ്രാഥമിക മൊഴി രേഖപ്പെടുത്തും. കഴിഞ്ഞ ദിവസം രാത്രി ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന പ്രവർത്തകർ ഇപ്പോഴും അവിടെ ക്യാമ്പിൽ ഉണ്ട്. ഈ മർദ്ദനത്തിന് പരിക്കേറ്റവരാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ നേടിയിട്ടുള്ളത്. അവരിൽ നിന്ന് പ്രാഥമികമായിട്ടുള്ള വിവരം തേടും. ഇന്ന് വൈകിട്ട് തന്നെ KPCC അധ്യക്ഷൻ K സുധാകരന് ഇതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആ ക്യാമ്പ് ഔദ്യോഗികമായി നിർത്തിവെക്കാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു. പക്ഷേ ഇനി പ്രമേയം അടക്കമുള്ള നടപടിക്രമങ്ങൾ ഇനി പാലിക്കാനുള്ള സാധ്യതയില്ല. മറിച്ച് അവിടെ പോയ ശേഷം ഈ രണ്ട് നേതാക്കളും KPCC സെക്രട്ടറിമാരായിട്ടുള്ള MK നസീറും ഈ പഴകുളം മധു സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം അങ്ങോട്ട് പോകാത്തത്. MK നസീറിനെയാണ് പകരം അങ്ങോട്ട് വിട്ടിട്ടുള്ളത്. ഈ പറയുന്ന AK ശശിയും ആ സ്ഥലത്തുണ്ട്. പ്രാഥമിക റിപ്പോർട്ട് KPCC അധ്യക്ഷൻ ഇന്ന് വൈകിട്ട് തന്നെ കൈമാറുമെന്ന് ഈ കമ്മീഷൻ അംഗങ്ങൾ ഇപ്പോൾ കൈരളി ന്യൂസിനോട് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, VD സതീശൻ സംഭവത്തെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് കൊച്ചിയിൽ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ നേതാക്കൾ മദ്യപിച്ചിട്ടാണോ സംഘർഷം നടത്തിയതെന്ന കാര്യം വ്യക്തമല്ല എന്ന കാര്യം അദ്ദേഹം നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ പറഞ്ഞ പ്രവർത്തകർ മദ്യപിച്ചിരുന്നു. ഈ മദ്യപിച്ച് ബോധം കെട്ട ശേഷമാണ് പരസ്പരം നേതാക്കൾ തമ്മിൽ തല്ലിലേക്ക് കാര്യങ്ങൾ പോയത് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, VD സതീശൻ ഈ സംഘർഷം നടക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശനെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് തന്നെ നേരിട്ട് ബന്ധപ്പെട്ടു. കാരണം സംഘർഷത്തിന് അയവ് വരുന്നില്ല, അതുകൊണ്ട് VD സതീശൻ നേരിട്ട് ബന്ധപ്പെടണമെന്ന് പറഞ്ഞു. അങ്ങനെ VD സതീശൻ ഫോണിൽ ഇവരുമായി സംസാരിച്ചു. അദ്ദേഹം സംസാരിക്കുന്ന ഭാഗം ഈ പറയുന്ന വേദിയിലുണ്ടായിരുന്ന മൈക്കിൽ അദ്ദേഹത്തിൻ്റെ ഫോൺ ചേർത്ത് വെച്ച് മുഴുവൻ പ്രവർത്തകരുമായി VD സതീശൻ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം, എന്ത് പ്രശ്നങ്ങളും സംഘടനയ്ക്കകത്തുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഈ ക്യാമ്പ് കഴിഞ്ഞ ശേഷം ചർച്ച ചെയ്ത് പരിഹരിക്കാം. ഇനിയും സംഘർഷം തുടരുകയാണെങ്കിൽ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്ന് വല്ലാത്ത തരത്തിൽ ഈ KSUവിൻ്റെ ക്യാമ്പിനെ സംബന്ധിച്ച് കളങ്കമായി മാറും. അതുകൊണ്ട് എല്ലാവരും പിന്തിരിയണം. ഒപ്പം തന്നെ ഇനിയും സംഘർഷം താൻ പറയുന്നത് അനുസരിക്കാതെ സംഘർഷം തുടരുകയാണ് എങ്കിൽ KSUവിൻ്റെ സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിടേണ്ടി വരും, KPCCക്ക് പിരിച്ചുവിടേണ്ടി വരും എന്ന താക്കീതും പ്രതിപക്ഷ നേതാവ് നൽകി. ഇതിന് ശേഷവും സംഘർഷം തുടർന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ പ്രദേശത്ത് ഈ രാജീവ് ഗാന്ധി ഹാളിനകത്തുള്ള ഈ ഡോർ ഗ്ലാസ് പൂർണ്ണമായി അടിച്ചു തകർത്തിട്ടുണ്ട്. നിരവധി കസേരകൾ പ്രവർത്തകർ അടിച്ചു തകർത്തു. അതിനുശേഷം വലിയ നിലവിളി, പെൺകുട്ടികളടക്കം വലിയ നിലവിളി കേട്ടാണ് പ്രദേശവാസികൾ ഓടിക്കൂടിയത്. പ്രദേശവാസികൾ കൂടി ഇടപെട്ടതോടുകൂടിയാണ് സംഘർഷം അവസാനിച്ചത് എന്ന കാര്യം കൂടി ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ കൂട്ടിച്ചേർക്കാനുണ്ട്. പ്രദേശവാസികളുടെ സ്ഥിരീകരണം ഇവർ മദ്യലഹരിയിലായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ നാട്ടുകാർ തന്നെ ദൃക്സാക്ഷികളായി കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. ഒപ്പം തന്നെ ഈ ഹാളിൽ അവിടെ കൃത്യമായി ചില്ലുകൾ, ഗ്ലാസ് ഒക്കെയും അടിച്ചു തകർക്കുന്നതും കസേര എടുത്ത് നിലത്തടിക്കുന്നതും അടക്കമുള്ള കാര്യങ്ങൾക്ക് പ്രദേശവാസികളും ദൃക്സാക്ഷികളാണോ നൃപൻ? രാജീവ് ഗാന്ധി ഹാളെന്ന് പറയുന്നത് ഒരു കുന്നിൻ പ്രദേശത്താണ്, ഒഴിഞ്ഞ പ്രദേശമാണ്. തൊട്ടടുത്ത് നാട്ടുകാർ ഈ പറയുന്ന വലിയ തരത്തിലുള്ള നിലവിളി കേട്ട ശേഷം രാത്രിയാണ് പ്രദേശവാസികളെല്ലാം ഈ ഹാളിന് ചുറ്റും ഓടിക്കൂടി. അപ്പോഴേക്കും ഈ വലിയ തരത്തിൽ മദ്യരഹിതയിലുള്ള കൂട്ടയടി ഈ ഹാളിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നേരത്തെ കൈരളി ന്യൂസ് പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവച്ചത്. തുടർന്ന് നാട്ടുകാർ ഇടപെടേണ്ട സ്ഥിതിയുണ്ടായി. ഇതിന് മുമ്പാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ VD സതീശൻ ടെലഫോണിൽ ബന്ധപ്പെടുന്നത്, മൊബൈൽ ഫോണിൽ ബന്ധപ്പെടുന്നത്. ആ മൊബൈൽ
ഫോണ് ലൗഡ് സ്പീക്കറിലിട്ട് ഈ വേദിയിലുള്ള ഫോൺ ഈ മൈക്കിൽ ചേർത്ത് വെച്ച് ഈ സംഘർഷത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവർത്തകർ കേൾക്കാൻ വേണ്ടി വി ഡി സതീശൻ നേരിട്ട് ഇവരോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞതാണ്, ദയവായി സംഘർഷം നിർത്തിവെക്കണം, നാളെ ഈ പ്രശ്നം പരിഹരിക്കാം, ഇത് തീരാ കളങ്കമായി മാറും, മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യും, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ, ഇനിയും സംഘർഷം തുടർന്നാൽ KSUവിൻ്റെ സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിടും എന്ന് പറഞ്ഞ ശേഷവും കൂക്കുവിളിയും ആരവത്തോടെ വീണ്ടും സംഘർഷം തുടരുകയാണ് ഉണ്ടായത്. നാട്ടുകാർ ഇടപെടും എന്ന ഘട്ടം വന്ന ശേഷമാണ് ഈ പ്രശ്നം അവസാനിച്ചത്. ഈ ഡോർ, അതായത് ഗ്ലാസ് ഡോർ അടിച്ചു തകർത്തിരുന്നു. ഒപ്പം തന്നെ കസേരകൾ, വിലപിടിപ്പുള്ള കസേരകൾ നശിപ്പിച്ചിട്ടുണ്ട്. വലിയ തരത്തിലുള്ള നാശനഷ്ടം ഈ രാജീവ് ഗാന്ധി ഹാളിൽ വരുത്തിയിട്ടുണ്ട്. അത് ഉറപ്പായും ഈ കോൺഗ്രസ് പ്രവർത്തകർക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഇപ്പോൾ AK നസീർ അവിടെ എത്തി ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കമ്മീഷൻ അംഗങ്ങൾ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യും സ്വാഭാവികമായും. ഈ വലിയ തരത്തിലുള്ള KSUവിൻ്റെ സംസ്ഥാന ക്യാമ്പിൽ സംഘർഷം നടന്നു. വലിയ തരത്തിലുള്ള ഈ കൂട്ടത്തല്ലുണ്ടായി. നാട്ടുകാർ അവസാനം ഇടപെടേണ്ട സാഹചര്യമുണ്ടായി. മദ്യപിച്ചിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിശദാംശങ്ങൾ. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി KPCC എടുക്കുമെന്ന് നേതൃത്വവും പറയുന്നുണ്ട്. കാവ്യ. ശരി, നിർഭൻ ചക്രവർത്തിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.